ഇന്ന് ഗാർഡനിൽ ചെറിയൊരു ക്ലീനിങ് പരിപാടിക്ക് ഇറങ്ങുവാണ്. അതുപോലെ തന്നെ ചില ചെടികളെ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം. എന്നാൽ മാത്രമേ ഉള്ളൂ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വളർന്നു വരുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുവാണ്. എപ്പോഴും തന്നെ ഞാൻ ചേഞ്ച് വരുത്തുന്നൊരു ഭാഗമാണ് ഇത്. അത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഞാൻ വെക്കുന്ന ചെടികളൊക്കെ എപ്പോഴും അങ്ങും മാറ്റിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പുല്ലുകൾ പിടിക്കുകയും കുറച്ച് വൃത്തികേടാവുകയൊക്കെ ചെയ്യുന്നതും ഈ ഏരിയ തന്നെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഈ മയിൽപ്പീലി പോലെയുള്ള ഈ കോളിസ് പ്ലാന്റ് ഉണ്ടല്ലോ, നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ വന്ന, അപ്പോൾ താഴെയുള്ള ഇലകളൊക്കെ പോയിട്ട് മേളിൽ മാത്രം കുറച്ച് ഇലയും ബാക്കി തണ്ടിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ബുഷിയായിട്ട് നിന്ന ആ ഒരു ഇത് പോയി. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ഇത്രയും ഹൈറ്റൊക്കെ വെച്ച് നിന്ന ചെടിയെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടല്ല, നല്ല ഭംഗിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ അതിൻ്റെ മുകളിലോട്ടുള്ള കമ്പുകളൊക്കെ നമ്മളൊന്ന് മുറിച്ചിട്ടുണ്ട്. ഒന്നും നമ്മൾ കളഞ്ഞിട്ടില്ല, എല്ലാം നമ്മൾ ആ ചട്ടിയിൽ തന്നെ ഫില്ല് ചെയ്യുവാണ്. അപ്പോഴത്തേന് അത് എല്ലാം വളർന്നു വരുമ്പം നല്ല തിക്കാവുമല്ലോ. അപ്പോൾ നമ്മളിത് വെച്ചതേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിരുന്ന ആ സ്ഥലത്ത് തന്നെ നമുക്ക് ഈ ചെടി വെക്കാൻ പറ്റില്ല. അവിടെ നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. ചെടിയൊന്ന് ചോടൊക്കെ പിടിച്ച് ഒന്ന് വളർന്ന് പൊങ്ങിക്കഴിയുമ്പോഴത്തേനും നമുക്ക് പഴയതുപോലെ തന്നെ മാറ്റാം. അപ്പം നമ്മൾ വീണ്ടും എന്തായാലും നമ്മൾ ഗാർഡനിൽ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ തൽക്കാലം അവിടെ നിന്ന ആളെ അങ്ങോട്ടൊന്ന് മാറ്റി നമ്മൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടുത്തെ പുല്ലൊക്കെ പറിച്ച് ഒരുപാട് നേരം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കണ്ടോ, നല്ല മഴയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്, മഴ കഴിഞ്ഞ ഒരു സമയത്ത്. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേന് വീണ്ടും വെയിലായി. അതങ്ങനെയാണ്, ക്ലീനിങ് പരിപാടിക്ക് എന്നിറങ്ങിയാലും വെയിലായിരിക്കും. ആദ്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ചെടികളെന്ന് വെച്ചാൽ 2 നിരയിലായിട്ടൊരു 6-7 ചെടിച്ചട്ടികളിൽ നമ്മൾ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ഓരോ പ്രാവശ്യം ചേഞ്ച് വരുത്തും തോറും അതിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പം 4 ചട്ടിയെ നമ്മളവിടെ വെച്ചിട്ടുള്ളൂ. അഗ്ലോണിമയും അതുപോലെ തന്നെ അരയിലയും മാത്രമേ വെച്ചിട്ടുള്ളൂ. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ നിന്നത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേന് കുറച്ചൊരു അതായിരുന്നു ഭംഗി എന്നുള്ളത്. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റം വരുത്തണമല്ലോ. എപ്പോഴും ഒരേമാതിരി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കണ്ടൊരിതാവുമല്ലോ. അപ്പോൾ ചേഞ്ച് ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ. അപ്പം നമ്മൾ ഗാർഡനിൽ വരുത്തിയ മാറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റും ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടമായാൽ മാത്രം ഒരു ലൈക്കും ചെയ്യണേ.